ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ 24-ാം ഭാഗമാണിത്. ഖുറൈശികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി നടക്കുന്നു. ഒരു ദ്രോഹി വിളിച്ചു പറഞ്ഞു, അതാ പോകുന്നു മുഹമ്മദ്. കാണേണ്ട താമസം അവർക്ക് ആവേശം വന്നു. ഓടിച്ചെന്ന് മണ്ണ് വാരി തലയിലിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യം നിറഞ്ഞ ശിരസിൽ മണ്ണ്, ശരീരത്തിലും വസ്ത്രത്തിലുമെല്ലാം മണ്ണ്. സഹിച്ചു, എതിർത്തൊന്നും പറഞ്ഞില്ല, ശപിച്ചില്ല. വേഗം നടന്നുപോയി. വീട്ടിൽ ചെന്ന് കഴുകിക്കളഞ്ഞു. ബാപ്പയുടെ അവസ്ഥ കണ്ട് മക്കൾ കണ്ണു തുടച്ചു. ഇനി അങ്ങനെ പലതും സംഭവിക്കും. അബൂ താലിബില്ലല്ലോ, ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ സമീപം നിൽക്കുന്നു. ഒരു കൂട്ടം ഖുറൈശി നേതാക്കൾ വന്നു. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുപ്പായം പിന്നിൽ നിന്നും പിടിച്ചു വലിച്ചു. മറ്റൊരാൾ മുന്നോട്ട് തള്ളി. പിടിവലിയായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചു പോയി. ദുർബലരായ വിശ്വാസികൾ അകലെ നോക്കി നിൽക്കുകയാണ്. ഇടപെടാൻ പറ്റില്ല. ഖുറൈശി പ്രമുഖരാണ്. അവർ ആശങ്കാകുലരായി. അതാ ഒരാൾ ഓടി വരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കുതിച്ചെത്തി. അക്രമികളെ നേരിട്ടു. ഒരാളെ പിടിച്ചു തള്ളി, മറ്റൊരാളെ തൊഴിച്ചു മാറ്റി. ചിലർ വീണു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ടായിരുന്നു, അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങൾ ഒരാളെ കൊല്ലാൻ നോക്കുകയാണോ? അക്രമികൾ പിരിഞ്ഞുപോയി. ഖുറൈശികളുടെ മർദ്ദനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരുടെയെങ്കിലും സഹായം ലഭിക്കണം. ത്വായിഫിലെ ബന്ധുക്കളെ കുറിച്ചോർത്തു. സഖീഫ് ഗോത്രക്കാർ, അവരെ ചെന്നു കാണാം, വല്ല സഹായവും ലഭിച്ചേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദ് റളിയല്ലാഹു അൻഹുവും കൂടി ത്വായിഫിലേക്ക് പുറപ്പെട്ടു. പ്രതീക്ഷയോടെയാണ് ത്വായിഫിലെ നേതാക്കളെയും ദരിദ്രയുമൊക്കെ കണ്ടത്. ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. നിന്നെ അല്ലാതെ മറ്റാരെയും കിട്ടിയില്ലേ പ്രവാചകനാക്കാൻ? പരിഹാസപൂർവ്വമുള്ള ചോദ്യം. കൂട്ടച്ചിരി. അവർ ഗുണ്ടകളെ വിളിച്ചുകൂട്ടി. ഇവരെ കല്ലെറിഞ്ഞോടിക്കണം. തെമ്മാടികൾ കൂട്ടത്തോടെ ഓടി വന്നു. കൂക്കി വിളിക്കാനും എറിയാനും തുടങ്ങി. രക്ഷപ്പെടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദ് റളിയല്ലാഹു അൻഹുവും ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽ കല്ലുകൊണ്ട് മുറിഞ്ഞു. രക്തമൊഴുകി. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിൽ കല്ലേറിക്കൊണ്ട് രക്തമൊഴുകി. മക്കക്കാരായ മുശ്രിക്കുകളാണ് ഉത്ബയും ഷൈബും. രണ്ടുപേരും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അവരുടെ മുന്തിരിത്തോട്ടത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദും ഓടിക്കയറി. തെമ്മാടികൾ പിന്മാറി. ഇരുവരും അവശരായി ഇരുന്നു പോയി. ഈ രംഗമൊക്കെ അകലെ നിന്ന് നോക്കി നിൽക്കുകയായിരുന്നു തോട്ടമുടമകൾ. അവർക്ക് വിഷമം തോന്നി. അവരുടെ വേലക്കാരനുണ്ടായിരുന്നു. പേര് അദ്ദാസ്. ക്രൈസ്തവനാണ്. തോട്ടമുടമകൾ അദ്ദാസിനോട് പറഞ്ഞു, ഒരു കുലമുന്തിരി മുഹമ്മദിന് കൊണ്ടുപോയി കൊടുക്കുക. മുന്തിരിക്കുലയുമായി അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തെത്തി. ക്ഷീണിതനായ പ്രവാചകൻ മുന്തിരിക്കുല വാങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി ഒരെണ്ണം വായിലിട്ടു. ഈ നാട്ടുകാരും പറയാത്ത വാക്കാണല്ലോ ഇത്? അദ്ദാസ് അത്ഭുതത്തോടെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചു, നിന്റെ നാടെവിടെ? നീനവേ. ഓഹോ, യൂനിസ് നബിയുടെ നാട്ടുകാരൻ. എന്ത്? യൂനിസ് നബിയെ താങ്കൾക്ക് എങ്ങനെ അറിയാം? യൂനിസ് എന്റെ സഹോദരനാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ. ഞാനും അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അദ്ദാസ് അമ്പരന്ന് പോയി. താനൊരു പ്രവാചകന്റെ മുമ്പിലാണോ നിൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി. അദ്ദാസിന്റെ മനസ്സിൽ സത്യവിശ്വാസത്തിന്റെ പ്രകാശം. ഉടനെ മുട്ടുകുത്തി. അവിടുത്തെ ശിരസിലും പാദങ്ങളിലും കരങ്ങളിലും ചുംബിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, ഈ ജനത അറിവില്ലാത്തവരാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. കുറെ നേരത്തെ വിശ്രമത്തിന് ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് മക്കയിലേക്ക് യാത്രയായി. ത്വായിഫിലെ സംഭവങ്ങൾ ഇതിനകം മക്കയിൽ അറിഞ്ഞിരുന്നു. ഖുറൈശികൾ മതിമറന്ന് ആഹ്ലാദിച്ചു. വേണം, അവർ അത് കിട്ടണം. ചിലർ തുള്ളിച്ചാടി. അവനിങ്ങ് വരട്ടെ, മക്ക പട്ടണത്തിലേക്ക് ആയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദും മക്കയുടെ അതിർത്തിയിലെത്തി. ഖുറൈശികൾ തടഞ്ഞു. പോ, നീ ഇങ്ങോട്ട് വരണ്ട. ശക്തമായ ഉപരോധം. ഇത് കേട്ട് അബ്ദുമനാഫിന്റെ സന്തതികളിൽപ്പെട്ട മുത്ഈം ബിൻ അദിയ രംഗത്ത് വന്നു. ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് വന്നത്. മുഹമ്മദിനെ തടയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? മുത്ഈം കയർത്തു. ഒരു ഏറ്റുമുട്ടലിന്റെ വാക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഉപരോധം വേണ്ടെന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചു. തളർന്നുപോയി, അവശനായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട വിശ്വാസികൾക്കത് സഹിക്കാനായില്ല. ദുഃഖം കൊണ്ട് പലരും കരഞ്ഞു. മർദ്ദനം അസഹ്യമാവുകയാണ്. മക്ക ജീവിതം ദുസ്സഹമായിരിക്കുന്നു. ഒരു മാർഗം തുറന്നു കിട്ടാൻ വേണ്ടി അവർ കാത്തിരുന്നു. അങ്ങനെ നുബൂവത്ത് കിട്ടിയിട്ട് 10 വർഷമാകുന്നു. ആ വർഷം ഹജ്ജ് കാലം വന്നു. പുറംനാടുകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ചെന്ന് കാണും. ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തും. യസ്രിബിൽ 2 പ്രധാന ഗോത്രങ്ങളായിരുന്നു ഔസും ഖസ്റജും. ഇവരുടെ പൂർവികന്മാർ യമനിലാണ് താമസിച്ചിരുന്നത്. ചരിത്രപരമായ കാരണങ്ങളാൽ അവർ യമൻ വിട്ടു യസ്രിബിൽ വന്ന് താമസമാക്കി. അവർക്കിടയിൽ വളർന്നു വന്ന ഗോത്രങ്ങളാണ് ഔസും ഖസ്റജും. യസ്രിബിൽ ധാരാളം ജൂതന്മാർ താമസിക്കുന്നുണ്ട്. അവരെല്ലാം വലിയ കച്ചവടക്കാരാണ്, നല്ല പണിക്കാരും. പലിശയ്ക്ക് പണം കൊടുക്കും. യസ്രിബുകാർ കടം വാങ്ങും. മുതലും പലിശയും ചേർത്ത് മടക്കി കൊടുക്കണം. ജൂതന്മാർ പലിശ കൊണ്ട് സമ്പന്നരായി. സ്വർണ്ണാഭരണ കടകളും അവരുടെ വക. സ്വർണ്ണപ്പണ്ടങ്ങൾ പണയം വെച്ചാൽ അവർ പൈസ കൊടുക്കും. യസ്രിബുകാർ ബിംബാരാധകരാണ്. അവരുടെ കൈവശം വേദഗ്രന്ഥമില്ല. ചില ആചാരങ്ങൾ പിന്തുടരുന്നു. ജൂതന്മാർ പറയുന്നതൊക്കെ അവർ കേട്ട് മനസ്സിലാക്കും. ഈ ലോകത്തൊരു സൃഷ്ടാവുണ്ട്. അവർ പ്രവാചകന്മാരെ അയക്കുന്നു, വേദങ്ങൾ ഇറക്കുന്നു. പരലോക ജീവിതമുണ്ട്. ഒരു പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്. ജൂതന്മാർ യസ്രിബുകാരെ തമ്മിൽ തല്ലിക്കും. ഔസിനും ഖസ്റജിനും ഇടയിൽ യുദ്ധം നടന്നാൽ നേട്ടം ജൂതർക്കാണ്. ഔസ് ഖസ്റജ് എന്നിവരെ തെറ്റിദ്ധരിപ്പിച്ചു. അവർ തിരിച്ചും. അതൊരു യുദ്ധത്തിന് വഴിവെച്ചു. ഇരുപക്ഷത്തും ധാരാളം പേർ മരിച്ചു. ഈത്തപ്പനത്തോട്ടങ്ങൾ കത്തിനശിച്ചു. വീടുകൾ തകർത്തു. യുദ്ധം അവസാനിക്കുമ്പോഴേക്കും 2 കൂട്ടരും പരമ ദരിദ്രരായി കഴിഞ്ഞിരുന്നു.
ഈ കാലത്തിലാണ് ഹജ്ജ് കാലം വന്നത്. ഖസ്റജ് ഗോത്രക്കാരായ 6 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബക്ക എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. അവർ പരിചയപ്പെട്ടു, പല കാര്യങ്ങളും സംസാരിച്ചു. ഈ കഥയുടെ 25-ാം ഭാഗം അടുത്ത വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.